നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് ഇതെങ്ങനെയാണ് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുക? സൈൻ ഔട്ട് ചെയ്യുന്ന കാര്യമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പെർമനന്റ് ആയിട്ട് നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജിമെയിൽ ID എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഇതെന്തിനാണ് നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത് എന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വന്നേക്കാം. അതായത് ചില സന്ദർഭത്തിൽ നിങ്ങളുടെ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് എന്നോ എപ്പോഴോ ആരോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നതായിരിക്കും. പിന്നെ സ്മാർട്ട് ഫോണുകളൊക്കെ നിങ്ങൾ ആ ഒരു ജിമെയിൽ ID ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടാകാം. പിന്നെ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾ ഒരു പുതിയ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ പഴയ ആ ഒരു ജിമെയിൽ ID എന്തിനാണ്, അത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തൂടെ എന്ന് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴായിരിക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഒരു ജിമെയിൽ ID നിങ്ങൾ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിലൂടെ നഷ്ടപ്പെടുക? എവിടെയാണ് ഈ ഓപ്ഷൻ ഉള്ളത്? ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇവിടെ ആരോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ മെയിൽ ID നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും. അതിൽ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന ഈ ഒരു ടാബ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് ഒരു ആരോ മാർക്ക് കാണുന്നില്ലേ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ പിൻ നമ്പർ ഏതെങ്കിലും കൊടുത്താൽ മാത്രമാണ് ഇവിടെ ഓപ്പൺ ആകുക. അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി നോക്കുക. ഇനി നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ ഡിലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വന്ന 266 മെയിൽ കൂടി ഡിലീറ്റ് ആകാൻ ചാൻസ് ഉണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗൂഗിൾ പേ, നിങ്ങൾ ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ ഗൂഗിൾ പേ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡിലീറ്റ് ആകാൻ ചാൻസ് ഉണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ആ സബ്സ്ക്രിപ്ഷനും ക്യാൻസൽ ആകും അല്ലെങ്കിൽ ഡിലീറ്റ് ആകും എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അതിന് പുറമെ ഗൂഗിൾ ഫോട്ടോസിൽ നിങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒറ്റയടിക്ക് ഡിലീറ്റ് ആകും എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി തൊട്ട് താഴെ ഇതാ ഇവിടെ നിങ്ങൾ ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ചാനലും ഡിലീറ്റ് ആകുമെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ലോസ് നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കലണ്ടർ, നിങ്ങൾ ഈ ഒരു കലണ്ടറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഡിലീറ്റ് ആകും. അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിൽ എന്തെങ്കിലും കാര്യങ്ങൾ സിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡിലീറ്റ് ആകും. ഇവിടെ 6 കാര്യങ്ങൾ സിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്, അതൊക്കെ ഡിലീറ്റ് ആകും. പിന്നെ പ്രധാനപ്പെട്ട കോണ്ടാക്ട്സ് ഇതാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. കോണ്ടാക്ട്സ് എന്ന ഭാഗത്ത് 832 കോണ്ടാക്ട്സ് ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ സേവ് ആയിട്ടുണ്ട്. അതൊക്കെ ഒറ്റ അടിക്കാണ് ഡിലീറ്റ് ആകുക. പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒറ്റയടിക്ക് ക്യാൻസലായി പോകും എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സംഭവിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു പ്രശ്നമില്ല എങ്കിൽ ഇവിടെ ചെക്ക് ബോക്സിൽ 2 ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ ഡിലീറ്റ് അക്കൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആകും. അപ്പോൾ ഒരു ജിമെയിൽ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.